പുലിയിരുന്ന് ആടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ, എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കണോ തന്റെ പോലീസിനെ? ആ സമയം പത്രക്കാരെയും ടി വിക്കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കണം സാർ, വെറും 2000 ചില്ലാനം രൂപയ്ക്ക് ഏത് മാർക്കറ്റിലും ഹൈഡ് ആൻഡ് ഷൂട്ടിന് പറ്റുന്ന ഇത്തരം കാൻഡിഡ് ഗൺ ക്യാമറകൾ സുലഭമാണ്. പോലീസിന് കഴിയാത്ത കാര്യത്തിന് നിങ്ങളുടെ ഹോം സെക്രട്ടറി വഴി എന്നെ ബുക്ക് ചെയ്ത് വരുത്തി കൊട്ടേഷൻ തന്ന ആഭ്യന്തരമന്ത്രിയുടെ കഥകൾ തെളിവുകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കറിയണം ജോർജ് കുട്ടി കൊലക്കേസിൽ എന്നെ പ്രതിയാക്കിയതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണെന്ന്. കൊലയാളിയെ കണ്ടെത്തിയത് ഞാനല്ല, പോലീസാ. ആ പോലീസ് തന്നെ യഥാർത്ഥ പ്രതിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ടാകും. ഈ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ലോക്കൽ പോലീസിനെയും കൊട്ടേഷൻ ഗാങ്ങുകളെയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഞാൻ എന്ന വ്യക്തി തന്റെയൊക്കെ 3 ചക്രത്തിൽ കറങ്ങുന്ന ബുദ്ധിക്കും അപ്പുറത്താ. രഞ്ജിത്ത്, ഇവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തടങ്കലിലൊന്നും വെക്കില്ല. സ്വതന്ത്രരാണ്. പക്ഷെ ഇവന്മാരുടെ ഒരു കണ്ണ് അവരിലുണ്ടാകുമെന്ന് മാത്രം. സാറേ, ദേ വടക്കൻ സാറ്. അല്ല, വടക്കൻ സാറ്. ഗോ ഇൻസൈഡ്. നടക്ക. സാർ, വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിൽ ഒരു പഴയ തൊക്കെ എനിക്കും താ. എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. എന്താണോ? എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? സർ, ക്രിസ്റ്റി ഇവിടം വിട്ടു പോയിട്ടില്ലെന്ന് IB റിപ്പോർട്ടുണ്ട്. അതിന് അങ്ങാണ് അയാളുടെ ടാർഗറ്റ് എന്നും റിപ്പോർട്ടുണ്ട്. അങ്ങയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫോഴ്സ്. എടോ, ഈ ഫോഴ്സ് ഉപയോഗിച്ച് ചാടിപ്പോയ ക്രിസ്റ്റിയെ കണ്ടെത്താൻ നോക്കാദ്യം. എനിക്കൊരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. സർ പ്ലീസ്, ഐ ടോൾഡ് യു, മൂവ് ബാക്ക്. അങ്ങേർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടെങ്കിൽ വേണ്ട. യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ സ്റ്റേഷൻ. സർ, ഞാൻ ഏതായാലും 2 ദിവസം ലീവ് എടുത്ത് കണ്ണൂർക്ക് പോവാ വീട്ടിലേക്ക്. അമ്മച്ചി വിളിയോടെ വിളിയടാ. അപ്പൊ കൃഷി നീ തപ്പ്. എടാ, നിനക്ക് വേറെ പണിയില്ലേ? ക്രിസ്റ്റി മുംബൈയിലെത്തിയെന്ന് മന്ത്രിയുടെ വർത്താനത്തിന്ന് മനസ്സിലായില്ലേ? അയ്യോ അമ്മച്ചി. ആ അമ്മച്ചിയെ, ഞാൻ വരും. രാത്രി എത്ര ഇരുട്ടിയാലും ഞാൻ അങ്ങെത്തും. ലേശം ഇരുണ്ടിട്ടാണല്ലോ. അതൊക്കെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചാ മാറുന്നേ. ഇപ്പൊ ഞാൻ തന്നെ എത്ര ഇരുണ്ടിരുന്നതാ. ഇപ്പൊ ഇത്ര വിളക്കാൻ കാര്യം എന്താ? ഫെയർ ആൻഡ് ലവ്ലി. സാർ ഒന്ന് മൂളി കിട്ടിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ സാറ് കൊച്ചിയിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫോമർ ആയ? ഈശ്വരാ, എന്നെ ഈ കുടുംബത്തിൽ കണ്ട തല്ലി കൊല്ലുന്നാ പറഞ്ഞേക്കണത്. അമ്മച്ചി എന്ത് കൊലച്ചതിയായി ചെയ്തത്? നീ പേടിക്കാതടാ, ഞാൻ പറഞ്ഞോളാം അവനോട്. എടാ, നിന്നോട് പല പ്രാവശ്യം ഈ വീടിന്റെ പടി കടക്കരുതെന്ന് പറഞ്ഞല്ലോ അമ്മച്ചി. ഞാൻ അവനോട് വരാൻ പറഞ്ഞത്. എന്തിന്? അത് സാറേ, ഇവിടെ കൊള്ളാവുന്ന ഒരു വേലക്കാരെ വേണമെന്ന് അമ്മച്ചി പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അതിനെന്തിനാടാ ഈ ഫോട്ടോസ്? നല്ല കുട്ടിയെ നോക്കി തെരഞ്ഞെടുക്കാനായിട്ട്. സാർ ഒന്ന് സെലക്ട് ചെയ്തേ. മുഖം നോക്കിയാണോ വേലക്കാരി തെരഞ്ഞെടുക്കുന്നത്? വൃത്തിയും വെടുപ്പും വെച്ച് വിളമ്പാനുള്ള നൈപുണ്യം അതല്ലേ പ്രധാനം? എല്ലാ ക്വാളിറ്റീസും ഉള്ള പെൺകുട്ടികൾ ഇതിന്റെ അകത്തോട്ട്. സാർ ഇതിന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചരട് കൂടി കഴുത്തെ കെട്ടിയാൽ മതി. പിന്നെ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളും, ശമ്പളം കൊടുക്കേ വേണ്ട. അല്ല, ഈ ശമ്പളമില്ലാത്ത വേലക്കാരികളാണല്ലോ ഭാര്യമാര്. അവനെ മക്കൾ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏതമ്മയാടാ ആഗ്രഹിക്കാത്തത്? ഞാനൊരു IPS ഓഫീസറായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് അമ്മച്ചിയല്ലയോ? ആ ആഗ്രഹം സാധിച്ചില്ലയോ? അങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ വളയാത്തൊരു നട്ടല് വേണം. പെണ്ണും കുഞ്ഞുങ്ങളും വന്നാ പിന്നെ പോലീസിന്റെ വീര്യം ചോരും. പിന്നെ ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ ഇക്കാര്യം പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കില്ലേ? ഈ അമ്മച്ചി നിനക്കൊരു ബാധ്യതയാണെങ്കിൽ എന്നെ വല്ല ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കിയത്. അപ്പോഴേക്കും അമ്മച്ചി പിണങ്ങിയോ? ഞാൻ ഈ ആഴ്ചയിൽ കൊച്ചിന്ന് കണ്ണൂർ വരെ തനിച്ച് വണ്ടി ഓടിച്ചു വരുന്നത് ആരെ കാണാനാ? എന്റെ അമ്മച്ചിയെ കാണാനില്ലയോ? പിന്നെ എനിക്കൊന്നും കേക്കണ്ട, പോ. സാറേ,
ഞാൻ സാറിന് ഉപദേശിക്കണമെന്ന് കരുതരുത്. വയസ്സാം കാലത്ത് സാറിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാറിന് ആര് നോക്കും? ഇഷ്ടപ്പെട്ട പേര് സ്റ്റെല്ല, വീട് കൊച്ചിയില്, നല്ല അടുക്കും ഒതുക്കുള്ള കുട്ടിയാ. ആണുങ്ങളെ കണ്ട നാണിച്ചകത്തേക്ക് പോകും, മുഖത്ത് പോലും നോക്കില്ല. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചാൻ. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് SP ജോസഫ് വടക്കനാണ്. നല്ല ഒന്നാം തരം പാരമ്പര്യമുള്ള തറവാട്ടുകാരാ. അപ്പച്ചൻ വറീസ് മാപ്പിള, ഒരു പട്ടാളക്കാരനാ, ക്യാപ്റ്റൻ. 2 ആണും 2 പെണ്ണും. മൂത്ത മകൻ ക്രിസ്റ്റി ബോംബെയിൽ തോക്കുണ്ടാക്കുന്ന കമ്പനിയിലെ ജനറൽ മാനേജറാ, വലിയ പോസ്റ്റാ. സൽസ്വഭാവി. ഇളയവൻ പള്ളിയിലച്ഛനാവാനുള്ള ഒരു പരിശ്രമത്തിലാ. പിന്നെ മൂത്ത മകളുടെ ഭർത്താവ് ഈയിടെ തന്റേതല്ലാത്തൊരു കാരണത്താൽ മരിച്ചു. അതൊരു സ്വാഭാവിക മരണം. എന്തുകൊണ്ടും നമുക്ക് ഒത്ത ബന്ധമാ. ശാന്തിയും സമാധാനവും ഒരുമിച്ച് നിന്നെ ഞാൻ എടാ നിനക്കറിയോ, ഈ കുട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. ആണോ? പ്രതി ഇവളുടെ മൂത്താങ്ങള ക്രിസ്റ്റി. ആണോ? കൊല്ലപ്പെട്ടത് ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ ഇതും നടക്കില്ല. എന്നാ ഫോട്ടോ ഇങ്ങോട്ട് തന്നേരി. ആ കയ്യിലിരുന്നോട്ടെ, അന്വേഷണത്തിന് ഉപകരിക്കും. ചില കാര്യങ്ങൾ ആ ബ്രോക്കർ കൂട്ടം മറച്ചു വെച്ചെങ്കിലും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ നല്ല ഒന്നാന്തരം കുടുംബക്കാര് തന്നെ പാലമറ്റത്തുകാർ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള. ആരും ആഗ്രഹിക്കും അതുപോലൊരു അപ്പച്ചന്റെ മകനായി ജനിക്കാൻ. ഇപ്പൊ എന്റെ റോൾ മോഡൽ അദ്ദേഹമാ. ഇത് ഇളയ മകൾ സ്റ്റെല്ല. പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാവോ? IPS കാരനായ ഞാൻ പോലും പകച്ചു നിന്നിട്ടുണ്ട് ഇവളുടെ വാക്കുകൾക്ക് മുന്നിലും നോട്ടത്തിനും. ആ ഇങ്ങനൊരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. എന്നാ പറഞ്ഞേ? നിന്നെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ഈ പെങ്കൊച്ചിനെ എനിക്കൊന്ന് കാണണം. അമ്മച്ചി അവിടെ വെറുതെ ചെന്ന് ഒന്നും പറയണ്ട. ഈ പെങ്കൊച്ചി ഈ കുടുംബത്ത് വന്ന് കയറിയ പിന്നെ എന്റെ മോൻ ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കേണ്ടി വരില്ല. എന്താണ് ഇവിടെ പോലീസൊന്നും കാവലില്ലേ? പോലീസ് വേണ്ടെന്ന് ഓർഡർ ഇട്ടതും മന്ത്രി തന്നെയാ. സുധാകർ സാറിന് ഇപ്പൊ പോലീസും വേണ്ട, ഭരണവും വേണ്ട. 24 മണിക്കൂർ കുടുംബത്തിൽ തന്നെ. ഇങ്ങനെ പോയാൽ എന്റെ കാര്യം കട്ടപ്പോക. എടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട മതി തന്നോട് പറഞ്ഞല്ലേ. മന്ത്രിയുമായിട്ട് നേരിട്ട് കാണണമെന്ന് ഈ സാർ വാശി പിടിച്ചതുകൊണ്ടാ. സാറെന്താ ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്ന് മാറി ഇങ്ങനെ വീട്ടിൽ തന്നെ? ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിലാണ്. കോഴ്സ് പൂർത്തിയാവാൻ ഒരാഴ്ച കൂടി വേണം. എന്താ വന്ന കാര്യം? ഒരു കാര്യമില്ല സാർ, സാറിന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നത്. തന്നോടല്ല, ഇയാളോടാ. സാർ ക്രിസ്റ്റിയുടെ കാര്യമാ. അയാൾ ഉടനെ തന്നെ കസ്റ്റഡിയിലാവും. അതിനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ SP വടക്ക് നടത്തുന്നുണ്ട്. രഹസ്യങ്ങൾ പതുക്കെ പറഞ്ഞില്ലെങ്കിൽ പരസ്യമാകും. അയ്യോ, എന്റെ തല തന്നെ പോയാലും ഒരു രഹസ്യവും പരസ്യമാക്കൂല സാർ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാലമറ്റത്തെ ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ മകൾ സ്റ്റെല്ലയുമായിട്ട് വടക്കന്റെ മനസ്സമ്മതം കഴിഞ്ഞു. ഇന്ന് രാവിലെ ആരെ അറിയിക്കാതെ. ഈ കല്യാണം ഒരു ചതിയാണ്. ക്രിസ്റ്റിയെ കൊടുക്കാനുള്ള കൊടും ചതി. കുറ്റവാളിയെ പിടികൂടാൻ എന്ത് താന്തോന്നിത്തരവും വടക്കം ചെയ്യും. കുഞ്ഞുമങ്ങളുടെ കല്യാണത്തിന് ക്രിസ്റ്റി വരും, അല്ലെങ്കിൽ വടക്കം വരുത്തും. അവൻ പോലീസ് പിടിയിലാവും. അതോടെ അവരുടെ കല്യാണം മുടങ്ങുകയും ചെയ്യും. SP വടക്കിന് എനിക്ക് ട്രെയിനിങ് ക്യാമ്പ് അറിയാം സാർ. പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ. സാറേ, ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത്. എല്ലാം നാലാമതൊരാൾ കേട്ടില്ലേ? താനോ? പപ്പു. ഞാൻ പറയും സാർ. പറയടോ. മുകളിൽ ഇരിക്കുന്നവൻ എല്ലാം കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനാ. സാർ കുടിക്കാൻ വെള്ളവും പോടോ. ആ, നിങ്ങൾ ചെല്ല്. സാർ മറ്റേ കാര്യം പറയാം. നിക്ക്. എന്താടോ? സാർ, കുരുട്ട് ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലി കെട്ടാൻ നേരത്ത് കാണുവോ? SP വടക്കൻ ഒറ്റയാനാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ കൊലകൊമ്പനാ. കൊലകൊമ്പൻ. സാർ, എന്താ താൻ പോയില്ലേ? ഇല്ല, ഈ നിൽക്കുന്ന കമ്മീഷണറുടെ അച്ഛൻ തമ്പി സാറിനോടൊരു കാര്യം അവതരിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സാറിന്റെ കുടുംബമായിട്ട് അലയൻസിന് താല്പര്യമുണ്ട്. ഈ കമ്മീഷണർ പയ്യനാണെങ്കിൽ മീനാക്ഷി എന്ന് പറഞ്ഞ ജീവനാ. ഇത് നടന്നു കഴിഞ്ഞാ നമ്മൾ കൊടുക്കാനുള്ള കാശ് അവരെ എഴുത്തള്ളും. ചില കാര്യങ്ങളിൽ സാർ ഒന്ന് കണ്ണടച്ച കോടികളെ ഇങ്ങോട്ട് ഒഴുകുന്നേ. എനിക്കൊന്ന് ആലോചിക്കണം. ഓ, താൻ പോയിക്കോ. ശരി. ഹലോ അപ്പച്ചി, ഇത് ഞാനാ ക്രിസ്റ്റി. എന്തു വേണം? സ്റ്റെല്ലയുടെ മനസ്സമ്മതം കഴിഞ്ഞല്ലേ? മകളെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പന്റെ കടമയാണ്. അപ്പച്ചി, ഇത് ചതിയാ.
എന്നെ കൊടുക്കാനുള്ള വടക്കന്റെ ഏർപ്പാടാ. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നമ്മുടെ സ്റ്റെല്ലയുടെ ജീവിതം പോലീസിന് വേണ്ട. മൂത്ത മകനെ കർത്താവ് തിരിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ആ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ കൊണ്ടുതന്ന മരുമകനാണ് ഈ IPS കാരൻ. അപ്പച്ചി, എന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചത് ഞാനാണ്. വരം ജോസഫ് വടക്കൻ IPS. വിവാഹം ജനുവരി 11 കത്തീഡ്രൽ പള്ളിയിൽ വെച്ച്. നീ പോലീസിന്റെ പിടികിട്ട പുള്ളിയല്ലേ? ഒരു പോലീസ് ഓഫീസറുമായുള്ള നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നീ ഒന്ന് പങ്കെടുക്ക്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള അതൊന്ന് കാണട്ടെ. കേസ് നമ്പർ 3509 മാൻ മിസ്സിംഗ്. ഫയൽ കൊണ്ടുവരൂ. മിസ്റ്റർ രാധാകൃഷ്ണൻ, ക്രൈംബ്രാഞ്ച്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ റിക്വസ്റ്റ് പ്രകാരം കൊച്ചു തോമയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പുനരന്വേഷണം ഇനി ക്രൈംബ്രാഞ്ചിന്. മക്കളെ, ആ ക്രെയിൻ മുരുകനെ വിളിച്ച് കാറോടെ ഇവനെ എസ്റ്റേറ്റിലെ ചതുപ്പിലേക്ക് പോകും. ഓ, ഇതത്ര വലിയ കേസൊന്നുമില്ല. സ്ഥിരമായിട്ട് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന കൊച്ചുതോമ അങ്ങനെ വല്ല ദൂരയാത്രയ്ക്ക് പോയിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു വരും. ഈ കേസ് അങ്ങനെയല്ല. 12/5/2010 കൊച്ചു തോമ മിസ്സിംഗ് ആവുന്നത്. KBE 2110 എന്ന കാറും അദ്ദേഹത്തോടൊപ്പം കാണാതായിട്ടുണ്ട്. എന്റെ നിഗമനത്തിൽ കൊച്ചു തോമ ഇതിനോടകം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കൊലയാളികൾ കാർ അടക്കമുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാവും. അന്വേഷണത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് തോന്നിയാൽ ഓഫീസിൽ അന്വേഷിക്കാം. സർ, ഓക്കെ. തെളിയിക്കപ്പെടാത്ത 300 കേസുകളിൽ ഒരെണ്ണം കൂടെ ക്രൈംബ്രാഞ്ചിന്. എന്റെ വഴിക്ക് പോട്ടെ. തന്നോട് നേരിട്ടൊരു അഭിനന്ദനം പറയാനാ ഞാനിവിടെ വന്നത്. താൻ വിവാഹിതനാവാൻ പോവല്ലേ? നീ തട്ടിപ്പിന്റെ പേരിൽ പള്ളിയും പട്ടക്കാരും പോലീസിനെതിരാവോ? തട്ടിപ്പോ? എടാ ജോസഫേ, നിന്റെ ഇത്തരത്തിലുള്ള വെടക്കത്തിലൊക്കെ എനിക്കറിഞ്ഞൂടെ? എന്തായാലും ക്രിസ്റ്റിയെ കൊടുക്കാൻ നീ തെരഞ്ഞെടുത്ത വഴി കൊള്ളാം. അവൻ ഈ കുരുക്ക് വീഴും. അളിയാ, അവന്റെ പെങ്ങളൊരു ആറ്റം ഫിഗറാ. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ച മുതലാ. അളിയാ, കിട്ടുമ്പോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്നാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്? അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത ബ്ലാഡി ജോസഫ് വടക്കന്റെ വിവാഹം ആരെയും ചതിക്കാനോ കൊടുക്കാനോ അല്ല. അണ്ടർസ്റ്റാൻഡ്? പിന്നെ കല്യാണത്തിന് കാലയെ കൂട്ടി വന്നാൽ ഒരു പ്ലേറ്റ് അങ്ങോട്ട് തരും, വടിച്ചു നക്കിയിട്ട് പോവാൻ. ഇനി ക്ഷണിച്ചില്ലെന്ന് വേണ്ട, എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്. എപ്പോഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളെ, സ്വന്തം ആങ്ങളമാരോട് അനുഗ്രഹം മേടിക്കാൻ സ്റ്റെല്ലക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ കർത്താവ് വിധിക്കുന്നത്. എന്റെ 2 ആമക്കളും ഈ മുറ്റത്ത് കാല് ചവിട്ടാനും എന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനും യോഗ്യരല്ല. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ട് എന്റെ മോളുടെ കല്യാണത്തിന് വരാത്തത് ഒരേ ഒരാളാ, എന്റെ അനുജൻ കൊച്ചുതോമ. തിരുവനന്തപുരത്തുനിന്ന് ഒരു ഫോൺ. കൊച്ചുതോമയായിരിക്കും. കർത്താവേ, അത് അവനായിരിക്കണേ. ഹലോ തോമാച്ച, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. കൊച്ചുതോമയുടെ കേസിനെ കുറിച്ച് സംസാരിക്കാനായി നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തെത്തണം. സ്റ്റെല്ല, ഞാൻ ക്രിസ്റ്റിയുടെ ഫ്രണ്ടാ. ക്രിസ്റ്റി തന്നെ കാണണമെന്ന് പറഞ്ഞു. എന്റെ പെങ്ങൾ നവവധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വരുന്നത് കാണാൻ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇത് പോലീസിന്റെ നാടകത്തിന് വേണ്ടിയുള്ള വെറും വേഷം കെട്ടലാകരുത്. സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി എന്ത് നെറുകേടും കാണിക്കാൻ മടിക്കാത്ത IPSകാരന്റെ ചതിയിലാണ് നീയും അപ്പച്ചിയും മനസ്സർപ്പിച്ചിരിക്കുന്നത്. മോള്, ഞാൻ പറയുന്നത് കേൾക്കണം. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാത്രം ഇച്ഛായൻ എന്നോട് പറയരുത്. കൊലയാളിയായ ഏട്ടനെ കുറിച്ചുള്ള കേട്ടുകേൾവികളാണ് എന്റെ ഇതുവരെയുള്ള ആലോചനകളൊക്കെ മുടക്കിയത്.
ഈ വിവാഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇതും കൂടെ മുടങ്ങിയാൽ വേറൊരാളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ ഞാനുണ്ടാവില്ല. നീ അയാളിൽ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ നിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഞാനും വരും. മറിച്ച് അയാൾ നിന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്നെ തടയരുത്. വരൂ. സർ, അത് പിന്നെ കല്യാണത്തിന് പോണോ? പള്ളി പരിസരം നിറയെ പോലീസാ. ആ കമ്മീഷണർ തമ്പി സാറിന്റെ വരവ് മുൻകൂട്ടി കണ്ടിട്ട് ഒരുങ്ങി നിൽക്കുക അറസ്റ്റ് ചെയ്യാനായിട്ട്. ആര് കാത്തു നിന്നാലും എന്റെ പെങ്ങളുടെ താലികെട്ട് എനിക്ക് കാണണം. എന്റെ അപ്പച്ചിയുടെ മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് എനിക്ക് കല്യാണത്തിന് പങ്കെടുക്കണം. നീ വണ്ടി എടുക്ക്. അല്ല വർഗീസേ, മണവാട്ടി എവിടെ? പെണ്ണ് കയറിയ കാറല്ലേ ആദ്യമേ പുറപ്പെട്ടത്. എടാ കുഞ്ഞച്ചാ, ഒന്ന് പോയി നോക്കടോ. വന്നല്ലോ. ആ, എന്നാ ഇനി വൈകണ്ട, വേഗം ആവട്ടെ. പൊയ്ക്കോ, ഇച്ചായം വന്നോളാം. വിളിച്ചല്ലേ വരാം. വാ മോളെ. നിന്നോടാണ് ചോദിച്ചത്, എവിടെ ക്രിസ്റ്റി? ഹലോ ഹരിഹരോ, എന്നെ തിരക്കി വെറുതെ ഓട്ടപ്രദർശനം നടത്തിയിട്ട് എന്താ സാറേ കാര്യം? ഞാനിവിടെ SP ജോസഫ് വടക്കന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് പള്ളിയിൽ നിൽക്കുകയല്ലേ. കേട്ട പാടെ കേൾക്കാത്ത പാടെ പോലീസിനെ മൊത്തം ഇങ്ങോട്ട് ഓടിക്കണ്ട. ഞാൻ മടങ്ങുക. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയ്ക്ക് ഒരു മുഖദർശനം നൽകിയാൽ ഉടനെ. പോലീസ് അല്ല പട്ടാളം തന്നെ എത്തിയാലും IPS-കാരന്റെ അല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ വരെ കല്യാണത്തിന് ഈ ക്രിസ്റ്റി പങ്കെടുത്തിരിക്കും. ഒന്നുമില്ലേലും ഞാനൊരു കറ തീർന്ന പട്ടാളക്കാരന്റെ മോനല്ലേ. ഞാൻ തന്റെ മൂക്കും തുമ്പത്ത് തന്നെ ഉണ്ടാവും. വീണ്ടും നേരിൽ കാണാൻ ഭാഗ്യമുണ്ടാകും വരെ നമുക്ക് ഈ കള്ളനും പോലീസും കളിക്കാം. ഗുഡ് ബൈ. ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഇനി ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാവൽ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോ? എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. ഈശ്വരനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോണം. അടുത്ത തിങ്കളാഴ്ച എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ്. കല്യാണ നിശ്ചയത്തിന് മന്ത്രിമാരും പോലീസ് അധികാരികളും ബന്ധുക്കളും അടക്കം ഒരുപാട് പേരിവിടെ വരും. ആ സമയത്ത് പോലീസ് അന്വേഷിക്കുന്ന പ്രതി പോലീസ് മന്ത്രിയുടെ വീട്ടിൽ അതിഥിയായിരുന്നു എന്ന് പുറത്തറിഞ്ഞാൽ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താൻ ഉടനെ തിരിച്ചു പോകണം. പണമോ ഫ്ലൈറ്റ് ടിക്കറ്റോ എന്ത് വേണമെങ്കിലും ഞാൻ ഏർപ്പാടാക്കാം. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ തന്നെ ഞാൻ സുരക്ഷിതമായി മുംബൈയിലെത്തിക്കാം. മുംബൈയിലേക്ക് പോകാൻ എനിക്ക് നിങ്ങളുടെ പണമോ ഔദാര്യമോ ആവശ്യമില്ല. ഞാൻ വിചാരിച്ചാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇവിടെത്തും കൊച്ചിയിൽ. നിങ്ങളുടെ പോലീസ് കണ്ണു തുറന്നിരിക്കുമ്പോൾ ഞാൻ പറക്കുകയും ചെയ്യും. ജോർജ് കുട്ടിയുടെ കൊലയാളിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കാതെ ഞാൻ തിരിച്ചു പോവില്ല. നിങ്ങളുടെ പോലീസിന്റെ മുന്നിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല, എന്റെ അപ്പച്ചിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. ദേഷ്യം എന്നാൽ എന്റെ തോക്കിന് മന്ത്രിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർമ്മയൊന്നും കാണില്ല. ഈ മൊബൈൽ ഫോണൊന്ന് തരുമോ? എനിക്കൊരാളെ വിളിക്കാനാ. ഒരു ഫോൺ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഞാനിവിടെ എന്റെ അച്ഛന്റെ തടവിലാ.
എന്റെ നിശ്ചയം ഉറപ്പിക്കാനേ അച്ഛന് കഴിയൂ. വിവാഹം നടത്താൻ കഴിയില്ല. എനിക്കൊരാളെ ഇഷ്ടം. എനിക്ക് ഫോൺ ഒന്ന് തരുമോ? ഞാൻ എന്റെ ഫോൺ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കാൻ കൊടുക്കാറുമില്ല. നിനക്കൊന്നും വേറെ ജോലിയില്ലേ? വേണ്ട, നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അതെങ്ങനെയാ? കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കത്തിയും തോക്കും എടുത്ത് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് തൊഴിലായി സ്വീകരിക്കുമായിരുന്നോ? അല്ലെങ്കിലും കൊല്ലും കൊലയായിട്ട് നടക്കുന്ന നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരെല്ലാം എന്തെല്ലാം കുറ്റങ്ങൾ നിരത്തിയാലും ഇച്ചായനെ ഞാൻ അവിശ്വസിക്കുമായിരുന്നില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവ് കള്ളം പറയില്ലല്ലോ. ജോർജ് കുട്ടി പറഞ്ഞപ്പോ മാത്രമാണ് ഞാൻ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയത്. സാഹചര്യവശാൽ തെറ്റ് ചെയ്ത ഒരാളോട് പൊറുക്കാൻ ഏത് പെൺകുട്ടിക്കും കഴിയും. പക്ഷെ ഇത് വയസ്സായ എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ വേണ്ടിയാകണം എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നു ഒരു വിവാഹത്തിന്. ഈ വരുന്ന 27-ാം തീയതി എന്റെ മനസ്സമ്മതമാണ്. മീനാക്ഷി, ഹലോ, ആരാ? എന്താ? ഞാൻ ജോർജി, ഹോം മിനിസ്റ്ററുടെ വുഡ് ബി, അല്ല ഭാര്യയുടെ മകളുടെ വുഡ് ബി, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകൻ. സോറി സാർ. ഹേയ് പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഈവനിംഗ് സർ. അല്ല, മേ ഐ കം ഇൻ സർ? Will call you. Yes, come in. താങ്ക് യു സർ. ഞാൻ പ്രായപൂർത്തിയായ ഒരു അവിവാഹിതനാണ്. മാത്രമല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുമാണ്. ആ പെൺകുട്ടിയും അവിവാഹിതയാണോ? ഇപ്പോൾ അങ്ങനെയാണ് സാർ. പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും. പിന്നെ അവളിപ്പോ ജയിലിലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജയിലിലോ? യാ, ഐ മീൻ വീട്ടുകാരുടെ തടവിൽ. ഓ, അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ. ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു സാർ. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി? താനോ? ഞാനോ? ഐ ആം ജോർജി. ജോർജി വർഗീസ് മാപ്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആ, ഇതാണ് ജോർജി, എന്റെ നേരെ മൂത്താങ്ങള. അച്ഛൻ പട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു. ഇപ്പോ ലോകയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾക്കുന്നത്. ഞങ്ങൾ വേർപിരിയാനാവാത്ത വിധം പ്രണയിച്ചു പോയി. ഞങ്ങളെ പിരിക്കരുത് സർ. എന്താ സാർ? പെണ്ണാരാന്നറിഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസച്ചേരി പടി കടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്തു പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ്. എന്താണോ? സാറിന്റെ മുട്ടുകൂട്ടി വിട്ടുണ്ടോ നോക്കിയതാ. സാറ് പേടിക്കണ്ട. ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ. എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ആ വൈകുന്നേരം തന്നെ ഞാൻ അവളുമായി എന്താ മനസ്സിലായില്ല? ഗർഭിണിയാക്കുന്നു. അതോടെ മുത്തച്ഛനാക്കാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർപ്പക്ക മാറും. എന്നെ അംഗീകരിക്കും. അപ്പോ ആഭ്യന്തരമന്ത്രിയുടെ സണ്ണിൻ ലോ എന്ന നിലയിൽ എനിക്ക് സാറിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, എന്തും. എന്ന് കരുതി ഇപ്പൊ സാറിന് അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത്, കൈക്കൂലി ഓഫർ ചെയ്താൻ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല, എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോവും. ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാർ. എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർ നേരിൽ കണ്ടു ചോദിച്ചോളാം. പ്ലീസ്. അയ്യോ വേണ്ട. ആ അഭിശപ്ത കാമുകൻ ഞാനെന്നറിഞ്ഞാൽ, ഞാൻ നാട്ടിലെത്തിയ വിവരം പുറത്തറിഞ്ഞാൽ എന്റെ പുക പോലും പുറത്തു കാണില്ല സാർ. തട്ടിക്കളയും.
ഈ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ അത് ആൺകുട്ടിയാണെങ്കിൽ കൊച്ചിനെ അച്ഛനാക്കി തിരുസഭയ്ക്ക് കൊടുക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നുണ്ട് സാർ. ആ നേർച്ച നിറവേറ്റണം സാർ. എന്നെ സഹായിക്കണം. അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും ഇപ്പോഴും ഉണ്ടാകും. അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിച്ചു. ഭർത്താവെ ചതിക്കുകയാണോ? കർത്താവേ, ഈ ദാസനെ അപ്പച്ചി പുറത്തേക്ക് വലിച്ചറിയാതെ കാത്തുകൊള്ളണേ. കേരള പോലീസിന് ഇത്രയധികം കാര്യക്ഷമതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പ്രൊട്ടക്ഷൻ ഇത്ര പെട്ടെന്ന് വീട്ടിൽ വന്ന് നടപ്പാക്കുമെന്നും വിചാരിച്ചില്ല. അതും സാർ നേരിട്ട്. രണ്ട് സാധാ പോലീസ് മതിയായിരുന്നു. ഏയ്, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകന് സെക്യൂരിറ്റി സാധാ പോലീസ്, അത് ഞങ്ങളുടെ വകുപ്പ് മന്ത്രി അപമാനിക്കില്ലല്ലേ? അത് പിന്നെ സാറേ, വീടിനകത്ത് കയറിയുള്ള സംരക്ഷണം ഒന്നും വേണ്ട. ഇത് സ്ത്രീകളുള്ള വീടാ. ഓ, യു ഗോട്ട് ഇറ്റ്? ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ബിഹേവ്, ഐ വിൽ ടീച്ച് യു. ഐ വിൽ ടീച്ച് യു. ജോർജി, ജോർജി, നീ എവിടെയായിരുന്നു? നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒന്ന് ഫോൺ പോലും ചെയ്യാതെ. ഒന്നും പറയണ്ട പെങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നേ. നീ നാട്ടിലെത്തിയിട്ട് നേരം കുറയായി അറിഞ്ഞു. എന്താ വീട്ടിലെത്താൻ വൈകിയത്? അത് പിന്നെ ലോഹയുടെ അത് അപ്പച്ചിയുടെ മുമ്പിൽ എങ്ങനെ ഞാൻ എന്താ ലോഹ? ഇത് ഞങ്ങൾ വീട്ടുകാരെ തമ്മിലുള്ള സ്വകാര്യ. അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതാണ് പോലീസുകാരെ വീട്ടിൽ കയറ്റാനുള്ള കുഴപ്പം. കേറി അങ്ങോട്ട് നീയാത്തോ സാർ പുറത്തോ കാണിക്കുന്നേ. Don't touch the body. No relation with the family. I told you na. Out. അപ്പച്ചൻ വന്നിട്ട് പോവാം. അപ്പച്ചി വിടില്ലേ? ആഹാ, അത് ശരി. ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെ കയറി ഇങ്ങനെ ചുറ്റിക്കറങ്ങ. ഔട്ട്. ഞാൻ ഹോം മിനിസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. ജോർജി, ഇതെന്റെ ഹോമിലെ മിനിസ്റ്ററാ. എന്റെ കെട്ടിയനാ. ദാ നോക്കി. ഇതപ്പോ 1.5 മാസം മുമ്പ്. So fast. പെങ്ങടെ കല്യാണം അറിയാത്ത ലോകത്ത് ആദ്യത്തെ ആങ്ങളെ ഞാനായിരിക്കും. സോറി അളിയ. ഇവന്റെ ചമ്മല് കാണാൻ നല്ല രസമുണ്ടല്ലേ? നീ അറിഞ്ഞ പള്ളിയിൽ അച്ഛനാകാൻ പോയ ആങ്ങളെ ഇപ്പം പിള്ളേരുടെ അപ്പച്ചി വന്നു. അപ്പച്ചി പേടിപ്പിക്കും. അയ്യോ അപ്പച്ചി ഒരിക്കലും മറ്റേ കാര്യം അറിയരുത് അളിയ. പ്ലീസ്. അപ്പച്ചി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പക്ഷെ ശവത്തെ കുത്തരുത് അപ്പച്ചി. തള്ളയില്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ ഞാൻ. അപ്പച്ചി അവനെ വഴക്ക് പറയരുത്. അതേനെ, ആക്ച്വലി വിശദീകരണം വേണ്ട. ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന പോലെ ഒരു വൈദികനാകാൻ പറ്റില്ലെന്ന് എനിക്ക് വൈകിയാ മനസ്സിലായത്. അതിന് ദൈവവിളി വേണം. വളരെ ശരിയാ. ആ വിളി വന്നില്ല. ദൈവം എന്നെ ചതിച്ചു. യവനൊക്കെ പള്ളിയിലച്ഛനായിട്ട് വന്ന ആ ഇടവകക്കാരുടെ ഒരു അവസ്ഥ. പാകിസ്ഥാനിക്കൊരു ബൈബിള് വായിക്കില്ലട്ടാ. കുഞ്ഞറ്റാ, എന്തോ ഇനി ഇവൻ ഏതെങ്കിലും ഏടാകുടത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം നടത്തണം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. നമ്മുടെ ചാലിശ്ശേരി ജേക്കബിന്റെ മോളെ നല്ല കുട്ടിയാ. പല നല്ല ആലോചനകളും ആ കുട്ടിക്ക് വരുന്നുണ്ട്. ശരിയാ, അവള് മിടിക്കുക. നല്ല ദൈവഭയമുള്ള കുടുംബവും. കുഞ്ഞറ്റാ, താൻ ഒരു അറിയിക്കേ. ചെറുക്കൻ നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞേക്ക്. കർത്താവേ, കുരുക്കിൽ നിന്നും കുരുക്കിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സെമിനാരിന്ന് ചാടിന്നും വെച്ച് ഈ അവസ്ഥയിൽ എന്നോട് റിവെഞ്ച് എടുക്കരുത്. ആ കുരുക്കഴിയണമെങ്കിലേ അപ്പച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറയണം. മാതാവേ, നീയാന്ന് വിചാരിച്ചു കാക്കണേ. എങ്ങനെ പറയാനാ? സെമിനാരിന്ന് ചാടി പോകുന്നതിന്റെ ദേഷ്യം മുഴുവൻ ഉള്ളിൽ ചടക്ക. പോരാത്തിന് ഒരു ഹിന്ദു പെൺകുട്ടികളുടെ അടുപ്പം കൂടി നിറഞ്ഞ. ആ പെൺകുച്ചുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് സീരിയസ് ആണോ? പിന്നെ കർത്താവ് പ്രണയം പന പോലെ വളർത്തിക്കളഞ്ഞില്ലേ പെങ്ങളെ? എങ്കിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം അപ്പച്ചി അറിഞ്ഞാ മതി. വാവ്, വാട്ട് ആൻ ഐഡിയ. പക്ഷെ മീനാക്ഷി മന്ത്രി അച്ഛന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ കാര്യം നടക്കൂ. അച്ഛനളിയോ, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും നമുക്ക് കൊണ്ടുവരാം. കർത്താവേ, നീ അളിയന്റെ രൂപത്തിലോ?
മിനിസ്റ്ററെ കാണാനായിരിക്കും. അതെ, അതെ, അകത്ത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെയല്ല ഇതിന്റെ അത് പിന്നെ സന്തോഷമുള്ള കാര്യല്ലേ സർ. മുഹൂർത്തമായോ? ഓ, ഇനി ജാതകങ്ങൾ കൈമാറാവല്ലോ. ആ അവലോ എക്സ്ക്യൂസ് മീ സർ. ഇവിടെ ഒരു ചടങ്ങ് നടക്കുക. ഒഫീഷ്യൽ കാര്യം പിന്നീട്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തികച്ചും ഒഫീഷ്യൽ. ഇത് ജോർജി. ഇദ്ദേഹം ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ആ കംപ്ലൈന്റിൽ പറയുന്നു അങ്ങയുടെ മകൾ മീനാക്ഷിയും ഇദ്ദേഹവും തമ്മിൽ പ്രണയത്തിലാണ്. ഇവനെ പോലുള്ള പല തെമ്മാടികൾക്കും എന്റെ മോളോട് ഇഷ്ടം കാണും. അതിന് തനിക്കെന്ത് വേണം? ആ പ്രേമം അങ്ങയുടെ മകൾക്ക് ജോർജിയോടും ഉണ്ടെങ്കിൽ അങ്ങ് ഇപ്പൊ നടത്തുന്ന ഈ ഉറപ്പ് പാഴായി പോകും സർ. എന്റെ മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അത് പറയേണ്ടത് അങ്ങല്ല, അങ്ങയുടെ മകളാണ്. നിനക്ക് തൊപ്പി തല വെച്ച് നടക്കണമെന്നുള്ള ആഗ്രഹമില്ല. മാറിക്കട റാസ്കൽ. കണ്ണി കണ്ട കള്ളക്കടത്തുകാരും കള്ളുകച്ചവടക്കാരും രണ്ടടിയകലം പാലിച്ചു നിൽക്കണം ഒരു IPS കാരന്റെ മുന്നിൽ. സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ചേട്ടച്ചാർക്ക് വടക്കൻ ആരാണെന്ന്. ജോസഫ്, മിനിസ്റ്ററുടെ മകളുടെ കല്യാണ നിശ്ചയമാണ്. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. ഐ എം വെരി സോറി സർ. കോടതി ഇന്ന് ഹേബിയസ് കോപ്പസ് ഉണ്ട്. എനിക്ക് കിട്ടിയ കംപ്ലൈന്റിനെ കുറിച്ച് എനിക്ക് അന്വേഷിച്ചേ പറ്റൂ. വാടാ ഇങ്ങോട്ട്. വിളിക്കടാ. മീനാക്ഷി, മീനാക്ഷി, എന്റെ വീട്ടിൽ കയറി വന്ന് പിടിച്ച് പുറത്താക്കണേ തെണ്ടിയെ. നോ. മീനാക്ഷി, അടിച്ചിറക്കണ മക്കളെ. ഈ മീനാക്ഷി, 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 ജോജി, ജോജി, മീനാക്ഷി, ഇറങ്ങി വാ. വാ. ഇറങ്ങി വരാനാ പറഞ്ഞേ. മീനാക്ഷി, എന്റെ അനുജൻ ജോർജിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ആണായി പറഞ്ഞവനുണ്ടെങ്കിൽ വടാ.